10 ഗോൾഡൻ റൂൾസ് ഫ്രം സൈക്കോളജി ഓഫ് മണി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കമന്റ് വന്നതിൽ കണ്ടന്റ് എല്ലാം കൊള്ളാം, വോയിസ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞായിരുന്നു. വിത്ത് ഓൾ റെസ്പെക്ട്, ഈ വീഡിയോയിൽ ഞാൻ എന്റെ വോയിസ് മോഡുലേഷൻ മാക്സിമം ശ്രദ്ധിക്കുന്നതാണ്. ഈ വോയിസ് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 10 stupid things of brain ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എന്റെ ലൈഫ് സ്റ്റോറിയാണ്. കാരണം എന്ന് മുതലാണോ ഞാൻ എന്റെ ബുദ്ധിപരമായ ചിന്തകളിൽ നിന്നും സ്റ്റുപ്പിഡ് തിങ്സിലേക്ക് മാറിയത്, അന്ന് മുതൽ എനിക്ക് വിജയത്തിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റുപ്പിഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയതെന്ന് വെച്ചാൽ, സ്റ്റുപ്പിഡ് പീപ്പിൾസ് ഓൺലി തിങ്ക് അബൌട്ട് ആഫ്റ്റർ ദേ ഹാവ് ഡൺ ഇറ്റ് എന്നാണ്. അതായത് മണ്ടന്മാർ മണ്ടത്തരം ചെയ്തതിനു ശേഷം മാത്രമേ ആ മണ്ടത്തരത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഞാനൊരു ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുമായിരുന്നു. തിങ്കിങ് മാത്രമായിരുന്നു അന്ന് എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. ഐ നെവർ ഡു ദാറ്റ് തിങ്ക്. ആ തിങ്കിങ് ഓവർ തിങ്ക് ആവുകയും അങ്ങനെ ആ തോട്ട് പ്രോസസ്സിനെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അതോർത്ത് റിഗ്രറ്റ് അടിക്കും. ഇത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. കോവിഡ് സമയത്താണ് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയ്ക്ക് 50,000 വ്യൂസ് ആണ് വന്നത്. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്ത 25ഓളം വീഡിയോകൾ എഡിറ്റ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. കാരണം ആ വീഡിയോകളൊന്നും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ബിക്കോസ് ഓഫ് മൈ ഇന്റലിജന്റ് തിങ്കിങ്. 50,000ഓളം ആളുകൾ എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടു. ഇനിയുള്ള വീഡിയോ അതിൽ മികച്ചതാവണം എന്ന ഓവർ തിങ്കിങ് എന്നെ എല്ലാത്തിൽ നിന്നും ഒതുക്കി നിർത്തുകയാണ് ഉണ്ടായത്. ആ ലൂപ്പിനകത്ത് വിട്ടിട്ട് സത്യത്തിൽ എന്റെ 4 വർഷത്തെ ഞാൻ പാഴാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തിൽ എപ്പോഴാണോ ഞാൻ സ്റ്റുപ്പിഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇട്ട് തുടങ്ങി. ആദ്യത്തെ വീഡിയോ അത്രയ്ക്ക് പോരായിരുന്നെങ്കിലും ഞാൻ ആരെയും അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ മാസങ്ങൾക്കുള്ളിൽ 1 ലക്ഷം ഫോളോവേഴ്സിനെ എനിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റി. ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുമ്പോൾ അതിൽ ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്കത് ഡിലീറ്റ് ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ തോന്നുന്നില്ല. കാരണം ആ ഒരു സ്റ്റുപ്പിഡ് തിങ്കിൽ നിന്നുമാണ് എന്റെ ഇഷ്ടങ്ങളിലേക്കുള്ള എല്ലാ വഴികളും തുറക്കപ്പെട്ടത്. ചില സമയത്ത് നമ്മൾ ഇന്റലിജന്റ് ആവുന്നതിനേക്കാൾ നല്ലത് സ്റ്റുപ്പിഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ്. പല സമയങ്ങളിലും നമ്മുടെ ബ്രെയിൻ ഇന്റലിജന്റ് ആണെന്ന് കരുതി വിശ്വസിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും സില്ലി സ്റ്റുപ്പിഡ് തിങ്സ് ആയിരുന്നു എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു ഞെട്ടലോടെ നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഞാൻ വളരെ ഇന്റലിജന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് പോലെ തന്നെ ഞാൻ ഇടയ്ക്ക് സ്റ്റുപ്പിഡ് ആയിട്ട് ചിന്തിക്കാറുണ്ടെന്ന് 10 stupid things of brain എന്ന ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ശ്രദ്ധിക്കുക, കോടിക്കണക്കിന് ഫോൾസ് ഇൻഫർമേഷൻ ജനറേറ്റ് ആവുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇനി എന്നെ കണ്ടെന്ന് വരില്ല. ഇപ്പോൾ തന്നെ DN സ്ക്വാഡിനെ പിന്തുടരുക, ബോധവാന്മാരാകുക. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, മോസ്റ്റ് വെൽക്കം ഓൾ ആൻഡ് ഹലോ DN സ്ക്വാഡ്. മൈ നെയിം ഈസ് പോയിന്റ് നമ്പർ 1 ഈസ് നിങ്ങളുടെ ബ്രെയിൻ ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ന്യൂട്രൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിഷ്പക്ഷമാണ്. സത്യത്തിൽ നിങ്ങളുടെ ബ്രെയിന് ഒരു പക്ഷപാതം ഇല്ലാത്ത മെറ്റീരിയൽ ആണ്. നിങ്ങളുടെ തലച്ചോറിന് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ ഇല്ല. അതുപോലെ തന്നെ വിജയമോ തോൽവിയോ ഇല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് നിങ്ങളുടെ തലച്ചോറിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതിന്റെ ഘടന സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവൻ നിലനിർത്താനും നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കാനുമാണ്. ജീവൻ നിലനിർത്തണമെങ്കിൽ അപകട സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണം. ഒരു വലിയ റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കണം. ഊർജ്ജം ലാഭിക്കണമെങ്കിലോ ശരീരം അനങ്ങാതെ ഇരിക്കണം, കുറെ ആഹാരം കഴിക്കണം. തലച്ചോറിന്റെ ഈ സന്ദേശങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് മടിയൻ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയരുത് എന്ന് പറയും. കണ്ണേറ് കിട്ടും, അല്ലെങ്കിൽ കൂടോത്രം ചെയ്ത് മുടക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവര് നിങ്ങളെ ചതിക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ നിങ്ങളെ കേൾക്കുന്നവരല്ല നിങ്ങളെ ചതിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ മറ്റുള്ളവരോട് പറയാൻ പ്രേരിപ്പിച്ച് നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങളെ ചതിക്കുന്നത്. കാരണം നിങ്ങളുടെ തീരുമാനം മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങൾ തന്നെയാണ് അത് ചെയ്ത് വിജയിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. ഇത് കാരണം ആ തീരുമാനങ്ങളെല്ലാം നിർവഹിച്ചതായിട്ട് തോന്നും. നിങ്ങൾ അറിയാതെ തന്നെ അതിനോടുള്ള പ്രചോദനവും ഉത്സാഹവും ഇല്ലാതാവും. ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാനാവാതെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ നിങ്ങളുടെ തലച്ചോർ ന്യൂട്രലായിട്ട് ചിന്തിച്ച് നിങ്ങളെ ചതിക്കുന്ന രീതി. പോയിന്റ് നമ്പർ 2 ഈസ് മെന്റൽ ഫാറ്റിക് ആണ്, അഥവാ മാനസിക ക്ഷീണം. ഇത് അധികമായി ചിന്തിക്കുന്നവരുടെ ശരീരത്തിൽ ബ്രെയിൻ ഇന്റലിജന്റ് ആണെന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റുപ്പിഡ് തിങ്ക് ആണ്. അധികമായി ചിന്തിക്കുന്നവരുടെ മനസ്സ് അനന്തമായി കറങ്ങുമ്പോൾ, ഇന്നലകളെ കുറിച്ച് ഓർത്തുള്ള ഡിപ്രഷനും നാളത്തെ കുറിച്ചുള്ള ആൻസൈറ്റിയിലും കുടുങ്ങിക്കിടക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ബ്രെയിൻ എടുക്കുന്ന സ്റ്റുപ്പിഡ് ഡിസിഷൻ ആണ് മെന്റൽ ഫാറ്റിക്. ഉദാഹരണത്തിന് മാനസിക ക്ഷീണം അല്ലെങ്കിൽ മെന്റൽ ഫാറ്റിക് വരുമ്പോൾ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുന്ന പ്രവണതയാണ്. കൂടുതൽ സമയം വീടിനുള്ളിൽ ചെലവഴിക്കും തോറും പുറത്തു പോകാനുള്ള തോന്നൽ കുറയും. ആദ്യം വിശ്രമം പോലെ തോന്നും, പക്ഷെ താമസിയാതെ എല്ലാം കൂടുതൽ ഭാരമുള്ളതായിട്ട് തോന്നി തുടങ്ങും. നിങ്ങൾ വീണ്ടും ഊർജ്ജം നേടുകയാണെന്ന് ബ്രെയിൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു തുടങ്ങും. പക്ഷെ നിങ്ങളുടെ ശരീരത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമേണ നിങ്ങളുടെ ഊർജ്ജം കുറയുന്നു, നിങ്ങളുടെ പ്രഷർ ഉച്ചത്തിലാവുന്നു, നിങ്ങളുടെ പ്രചോദനം മങ്ങുന്നു. ഇത് അലസതയല്ല, നിങ്ങളുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. ഇതിനെ മറികടക്കാൻ ശരീരമുള്ളിടത്ത് ആദ്യം മനസ്സിന് എത്തിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് സൂര്യപ്രകാശം ശരീരത്ത് കൊള്ളുന്നത് പോലും ഒരു വലിയ ജോലിയായിട്ട് തോന്നാം. ഒരു നടത്തം നടക്കുന്നത് പോലും അസാധ്യമാണെന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ സൂര്യപ്രകാശം ഏൽക്കാനായി നടക്കാൻ ശ്രമിക്കണം. ചലനം ലൂപ്പിനെ തടസ്സപ്പെടുത്തുന്നു. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് മൂവ്മെന്റ് ഈസ് ലൈഫ് എന്നാണ്. പോയിന്റ് നമ്പർ 3 ഈസ് ദ കൺഫർമേഷൻ ബേസ് ആണ്, അഥവാ സ്ഥിരീകരണ പക്ഷപാതം. നിങ്ങളുടെ വിശ്വാസങ്ങളെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ മാത്രം അന്വേഷിക്കാനും അനുകൂലിക്കാനും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിർബന്ധിത സാഹചര്യത്തെ
ശക്തിയാണ് ദ കൺഫർമേഷൻ ബേസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ബ്രെയിൻ ദൈവമില്ല എന്ന പുസ്തകം വായിക്കാൻ ഭയക്കുന്നു, മനഃപൂർവ്വം അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു, അതിനെതിരെ വിമർശിക്കാൻ ശബ്ദമുയർത്തുന്നു. പുതിയൊരു കാര്യം പഠിക്കാനും നിങ്ങളുടെ അറിവുകളെ മികച്ചതാക്കാനുമുള്ള സാഹചര്യങ്ങൾക്ക് പ്രധാന തടസ്സമായി ഈ പ്രവർത്തികൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പഠനങ്ങളില്, ജോലി സാഹചര്യങ്ങളില്, ബന്ധങ്ങളില്, രാഷ്ട്രീയങ്ങളില്, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ അന്ധവിശ്വാസങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണെന്ന് കരുതുക. നിങ്ങളുടെ ആ രാഷ്ട്രീയത്തിലെ ഭിന്നിപ്പും അഴിമതിയും അനീതിയും സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എതിരാളിയുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന മോശം കാര്യങ്ങളെ ആകാംക്ഷയോടെ അറിയാൻ ശ്രമിക്കുകയും അതിനെ ശക്തമായി എതിർക്കാനും ശ്രമിക്കുന്നു. ഇത് ബ്രെയിൻ നിങ്ങളുടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ കൂടുതൽ വേരുറപ്പിക്കാനായി കൺഫർമേഷൻ ബേസിൽ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. പോയിന്റ് നമ്പർ 4 ഈസ് ലിംബിക് ഇംപ്രന്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളോട് എന്തുകൊണ്ടാണ് അത്രയും അടുപ്പം കാണിക്കാൻ തോന്നുന്നത് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നിങ്ങൾ വൈകാരികമായി തകർന്നടിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ സമയത്ത് താൽക്കാലികമായി സമാധാനം നൽകുന്ന എന്തിനേയും സുരക്ഷയായി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് തെറ്റായി അവരെ പ്രണയിക്കുന്നത്. ഹൃദയം തകരുമ്പോൾ ആ സമയത്ത് മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസവും പിന്നീട് മദ്യപാനം തുടരുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇത് പ്രണയമല്ല എന്ന് തിരിച്ചറിയുക. ബ്രെയിൻ ശരീരത്തിൽ പരീക്ഷിക്കുന്ന അതിജീവനത്തിന്റെ ഒരു മറ മാത്രമാണിത്. നിങ്ങൾക്ക് സത്യസന്ധമായ ഒരാളോട് ബന്ധം നിലനിർത്താൻ ആഗ്രഹമുണ്ടോ? അവർ തീർത്തും തകർന്നിരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക. അവരുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പത്തിൽ ശാന്തത നൽകാൻ ശ്രമിക്കുക. അവരുടെ ബ്രെയിൻ നിങ്ങളെ സുരക്ഷിതർ എന്ന് അടയാളപ്പെടുത്തും. എന്നാൽ സൂക്ഷിക്കേണ്ടത്, ഇതിനൊരു ആയുധമായി പ്രയോഗിക്കുന്ന ചിലരുണ്ട്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ഒരു കെണിയൊരുക്കുന്നത് പോലെ കൃത്യമായ സമയത്താണ് ദയ കാണിക്കുന്നത്. കാരണം തകർന്ന മനുഷ്യർ സ്നേഹത്തെയല്ല, ആശ്വാസത്തെയാണ് ആഗ്രഹിക്കുന്നത്. ആശ്വാസം എളുപ്പത്തിൽ കബളിപ്പിച്ചു നൽകാൻ കഴിയുന്ന ഒരു ഘട്ടമാണിത്. നിങ്ങളുടെ രക്ഷകരായി വരുന്ന എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആയിരിക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പോസിറ്റീവിനെയോ നെഗറ്റീവിനെയോ ബ്രെയിനിന് തിരിച്ചറിയാനുള്ള കഴിവില്ലെന്ന് തിരിച്ചറിയുക. പോയിന്റ് നമ്പർ 6 ഈസ് നെഗേഷൻ ട്രാപ്പ് ആണ്. നെഗേഷൻ ട്രാപ്പ് എന്നത് ഐറോണിക് പ്രോസസ് തിയറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബ്രെയിൻ തോട്ട് പ്രോസസ് ആണ്. നിങ്ങളുടെ ബ്രെയിൻ നെഗറ്റിവിറ്റിയെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സിറ്റിയിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു എന്ന് കരുതുക. അവിടെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു റെഡ് കാർ നിങ്ങളുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നു എന്ന് കരുതുക. പിന്നീട് നിങ്ങൾ വണ്ടിയെടുത്ത് പോകുന്ന ആ യാത്രയിൽ ഒരുപാട് റെഡ് കാറുകൾ നിങ്ങളുടെ കൺമുന്നിലൂടെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് പോയിരുന്ന ആ റൂട്ടില് ഇതിനു മുൻപും ഒരുപാട് റെഡ് കാറുകൾ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നിങ്ങളുടെ ബ്രെയിൻ ആ വഴിയിൽ എല്ലാ റെഡ് കാറിനെയും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ഞാൻ പറയുന്നത് കള്ളമല്ല എന്ന് പറയുകയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ അത്രയും നേരം അവർ കള്ളം പറയുന്നതിനെ കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ മുതൽ നിങ്ങളുടെ ബ്രെയിൻ എല്ലാത്തിനെയും സംശയത്തോടെ കാണാൻ തുടങ്ങും. കാരണം കള്ളം എന്ന വാക്ക് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ വേരുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ബ്രെയിനിന്റെ നെഗേഷൻ ട്രാപ്പിൽ അകപ്പെട്ടു പോയി, കുറച്ചു മുന്നേ ചുവന്ന കാറിൽ കുടുങ്ങിയതുപോലെ. പോയിന്റ് നമ്പർ 5 ഈസ് മോറൽ ലൈസൻസിംഗ് ആണ്. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കൺഫ്യൂഷൻ ആവുന്നു. ആ സമയത്ത് ആശ്വാസം തരുന്ന ഏതൊന്നിലും ഇൻഫ്ലുവൻസ് ആവാൻ നിങ്ങളെ വിധേയനാവുന്നു. മദ്യപാനവും പ്രണയവും പോലെ തന്നെ ആത്മീയതയും നിങ്ങളെ സ്വാധീനിച്ചെന്ന് വരാം. ഇവിടെ ആത്മീയതയിലൂടെ ആശ്വാസത്തിൽ അഭയം പ്രാപിക്കുന്നവരുടെ വിശ്വാസത്തെ ആചാരങ്ങളിൽ പൊതിഞ്ഞ് യാതൊരു കുറ്റബോധവും ഇല്ലാതെ അവർക്ക് തന്നെ വിൽക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് മോറൽ ലൈസൻസിംഗ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ആത്മീയതയിലൊക്കെ പ്രമുഖരായിട്ടുള്ള ബാബ രാംദേവ്, സദ്ഗുരു എന്നിങ്ങനെയുള്ള പ്രമുഖര് ധനത്തെ ആശ്രയിക്കാതെയുള്ള മാനസിക ചിന്താഗതിയെ പിന്തുടരാനും ആത്മീയതയെ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാനും അത്യാഗ്രഹത്തിൽ നിന്നും വിട്ടുനിൽക്കാനും ഉപദേശിക്കുന്നു. പക്ഷെ ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. ആ കറകളഞ്ഞ കാവ്യ വസ്ത്രങ്ങൾക്കുള്ളില് ഒരു വലിയ കോർപ്പറേറ്റ് സാമ്രാജ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എത്ര പേർക്കറിയാം? പതഞ്ജലിയുടെ വാർഷിക വരുമാനം 30,000 കോടി രൂപയും കടന്നുപോയെന്നാണ് കണക്ക്. എന്നാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSRന് വേണ്ടിയിട്ട് ചെലവാക്കിയത് 0% മാത്രം രൂപയാണ്. CSR എന്ന് വെച്ചാൽ സമ്പാദിക്കുന്ന ലാഭത്തിന്റെ ഒരു ചെറിയ ഭാഗം അവരെ വളർത്തിയ സമൂഹത്തിനും പ്രകൃതിക്കും തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഇതൊരു നല്ല ബിസിനസ് തന്ത്രം മാത്രമല്ല, കാവ്യ നിറത്തിൽ പൊതിഞ്ഞ അതീവ ബുദ്ധിപരമായ ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് കൂടിയാണ്. മതപരമായ ട്രസ്റ്റുകൾ എവിടെയുണ്ടോ അവിടെ നികുതി നിയമങ്ങളുടെ ഇളവുകളുണ്ട്. ആത്മീയത ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത വ്യവസായമാണ്. ശരിയായ രുദ്രാക്ഷമാല മാത്രം അണിഞ്ഞാൽ മതി. ഇവിടെ നിങ്ങളുടെ ദൈവങ്ങളെയോ വിശ്വാസങ്ങളെയോ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് കൺട്രോളുകളെ കുറിച്ചാണ്. ആത്മീയതയുടെ മുഖമൂടിയുള്ളവരെ ആളുകളെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തന്നെയാണ് അവരുടെ യഥാർത്ഥ മുതൽക്കൂട്ട്. ന്യൂറോ സയൻസ് പഠനങ്ങൾ പറയുന്നത് വിശുദ്ധമായ വസ്ത്രം ധരിച്ച ഒരാൾ പറയുന്നത് അനുസരിക്കാൻ കൂടുതൽ സാധ്യത നിങ്ങളിൽ ഉണ്ട് എന്നാണ്. അവർ സംസ്കൃതത്തിൽ സോപ്പ് വിറ്റാലും മതി. ആത്മീയത ഇന്ന് കോടികളുടെ വ്യാപാരമാണ്. കൂടുതൽ ഭാഗവും നികുതി രഹിതവുമാണ്. അവർ വിൽക്കുന്നത് ദൈവങ്ങളെയല്ല, നിങ്ങളുടെ വിശ്വാസത്തെ ആചാരങ്ങളിൽ പൊതിഞ്ഞ് യാതൊരു കുറ്റബോധവുമില്ലാതെ നിങ്ങൾക്ക് തന്നെ വിൽക്കുന്നു. നിങ്ങൾ ധ്യാനിച്ച് പുകച്ച വിരക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നികുതി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. ഇതാണ് ആത്യന്തികമായ ആത്മീയതയിലെ തട്ടിപ്പിനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത നിങ്ങളുടെ തലച്ചോറിന്റെ നിസ്സഹായാവസ്ഥ. പോയിന്റ് നമ്പർ 7 ഈസ് നഡ്ജ് തിയറിയാണ്. നിങ്ങളുടെ ബ്രെയിനിന് തുടർച്ചയായിട്ടുള്ള പാറ്റേണിനോടാണ് കൂടുതൽ താല്പര്യം. വീണ്ടും വീണ്ടും കേൾക്കുന്നത് വിശ്വസിക്കും. നുണകൾ തുടർച്ചയായി കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഉദാഹരണത്തിന് നരേന്ദ്രമോദി ഒരു നല്ല സൈക്കോളജിസ്റ്റും അയാൾക്ക് വോട്ട് ചെയ്തവർ അയാളുടെ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓരോ വോട്ടിന് ശേഷവും ജനങ്ങളുടെ പെരുമാറ്റവും അവർ നിരീക്ഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളർന്നു വരുമ്പോൾ സത്യം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അനുസരിക്കാൻ മാത്രം
മാത്രമാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നേതാവിന് ഒരു രാത്രിയിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് രാജ്യത്തെ ആകെ അടച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പണം പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയക്കാനും കഴിയുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള വിഭജനവും വെറുപ്പും അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല? ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ആക്രമണങ്ങളും കലാപങ്ങളും ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് നഡ്ജ് തിയറി എന്ന് പറയുന്നത്. ഭിന്നിപ്പും അതുമൂലമുണ്ടാകുന്ന ഭയവും അതാണ് അവർക്ക് വേണ്ടത്. നിങ്ങളുടെ ബ്രെയിൻ വളരെ വ്യക്തമായി അവരുടെ റൂൾസിന് വഴങ്ങി കൊടുക്കാറുണ്ട്. ഇത് വെറും രാഷ്ട്രീയമല്ല, ഇത് ന്യൂറോ സയൻസ് ആണ്, ഒരു തരത്തിലുള്ള സൈക്കോളജി. ഉദാഹരണത്തിന് കേരളത്തിലെ രാഷ്ട്രീയം നോക്കിയാൽ മതി. കുട്ടിക്കാലം തൊട്ടേ കണ്ടുവളർന്ന ചുവപ്പ് കൊടിയുടെ ഐതിഹ്യങ്ങൾ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്നിരിക്കെ അവൻ ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായി തീരുമാനിക്കുന്നു എന്ന് കരുതുക. അവന്റെ കയ്യിൽ ഒരു കൊടി നൽകിക്കൊണ്ട് ഇത് തന്നെയാണ് നിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നു. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ ബ്രെയിൻ നേതാക്കൾ പറയുന്നത് അനുസരിക്കാൻ നിർബന്ധിതനാവുന്നു. അയാളുടെ ഫാമിലിയോടുള്ളതിനേക്കാളും സ്നേഹവും ആദരവും അതിനോട് തോന്നുന്നു. ഇത് ഒരിക്കലും ഒരു ദേശസ്നേഹമല്ല, മറിച്ച് ഒരു തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങളെ തീരുമാനമെടുക്കാനും യുക്തിപരമായി ചിന്തിപ്പിക്കാനും സഹായിക്കുന്ന പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഭയവും അഹംഭാവവും ഗോത്രപരമായ വികാരങ്ങളും ഭരിക്കുന്ന ലിംബിക് സിസ്റ്റം നിങ്ങളുടെ ബ്രെയിനിനെ കീഴടക്കുന്ന ഒരു ന്യൂറോ സയൻസ് ആണിത്. നിങ്ങൾ പേടിക്കുമ്പോൾ ചിന്തിക്കുന്നത് നിലയ്ക്കും, അനുസരിക്കാൻ തുടങ്ങും. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ഒരു കൊടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എതിർ രാഷ്ട്രീയക്കാരനായ ഒരാളോട് ദേഷ്യം തോന്നുമ്പോൾ ഒരു നിമിഷം നിർത്തുക. പിന്നെ സ്വയം ചിന്തിച്ചിട്ട് ഇത് ശരിക്കും നിങ്ങളുടെ സ്വന്തം വികാരമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിലപാടുകൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. പോയിന്റ് നമ്പർ 8 ഈസ് ദ ട്രാപ്പ് ഓഫ് ദ സോഷ്യൽ പ്രൂഫ് ആണ്. കൂടുതൽ ആളുകൾ പിന്തുടർന്നിട്ടുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും മറിച്ചൊന്നും ആലോചിക്കാതെ അത് ശരിയാണെന്ന് തലച്ചോറിനെ വിശ്വസിപ്പിക്കുന്ന ഒരു സൈക്കോളജിയാണിത്. ഓൺലൈൻ റിവ്യൂസ് വായിക്കുന്നതും പുതിയ ട്രെൻഡുകൾ പിന്തുടരുന്നതും എന്തെങ്കിലും ജനപ്രിയമാണെങ്കിൽ അത് വാങ്ങാൻ തോന്നുന്നതുമെല്ലാം ഇതുകൊണ്ടാണ്. ഒറ്റപ്പെട്ടു പോയാൽ ഒരു കാലത്ത് അപകടമായിരുന്നതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറ് കൂട്ടത്തിനോടൊപ്പം നിൽക്കാനാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ സമ്പത്തും സമയവും ഊർജ്ജവും പാഴാക്കാൻ കാരണമായേക്കാം. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നിങ്ങളാണെന്ന് തോന്നിയാലും സത്യത്തിൽ നിങ്ങൾ ജനക്കൂട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ അറിയാതെ തന്നെ ആ ഭയത്തിനെ നേരിടാൻ നിങ്ങൾ അവരെ പിന്തുടരുകയാണ്. സോഷ്യൽ പ്രൂഫ് എന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പോയിന്റ് നമ്പർ 9 ഈസ് ഫാൾസ് ചോയ്സ് ഫ്രെയിമിംഗ് ആണ്. പെട്ടെന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് സിനിമയ്ക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാം എന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഈ ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ നിങ്ങൾ പുറത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവിടെ ആരും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ സുഹൃത്തിന്റെ ആഗ്രഹമായിരുന്നു അത്. ഇവിടെ ഫാൾസ് ചോയ്സ് ഫ്രെയിമിംഗിലൂടെ സുഹൃത്തിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ അഭിമാനത്തോടെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഫേക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചതായ സംതൃപ്തിയും നിങ്ങൾക്കുണ്ടാവുന്നു. തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണെന്നുള്ള ഇല്യൂഷൻ മൂലം നിങ്ങൾ എതിർക്കുന്നത് കുറയും. കുടുംബങ്ങൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും നിങ്ങൾക്ക് ഈ ഫാൾസ് ചോയ്സ് ഫ്രെയിമിംഗ് പരീക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടികൾ അധിക നേരം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയിട്ട് 2 ഓപ്ഷൻ കൊടുക്കുക. ഒന്നുകിൽ ഹോംവർക്ക് ചെയ്യാനും അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബിരിയാണി ചൂടാക്കി കഴിക്കാനും ആവശ്യപ്പെടുക. കുട്ടികൾ സ്വാഭാവികമായിട്ടും ഹോംവർക്ക് ചെയ്യാനുള്ള മടി കാരണം ബിരിയാണി ചൂടാക്കാനുള്ള ധൃതിയിലായിരിക്കും. ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മൊബൈൽ ഉപയോഗത്തെ മറന്നുകൊണ്ട് ആ കുട്ടിയുടെ ബ്രെയിന് ഫോൾസ് ചോയ്സ് ഫ്രെയിമിങ്ങിന് സ്വാഭാവികമായിട്ടും ഇരയാവുന്നു. പോയിന്റ് നമ്പർ 10 ഈസ് മെമ്മറി മിസ്ഫയർ ആണ്. 5 മിനിറ്റ് മുന്നേ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ നിങ്ങൾ അരമണിക്കൂറായിട്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ 5 വർഷം മുന്നേ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അന്നത്തെ ഒരു കീ ചെയിനിന്റെ രൂപം ഇപ്പോഴും ഓർത്തെടുക്കാൻ പാകത്തില് നിങ്ങളുടെ ബ്രെയിനിനകത്ത് സേവായി കിടക്കുന്നു. സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ എന്നോ അനുഭവിച്ച് തീർത്ത ഒരു മോശം സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇന്നും വിഷമിക്കുന്നു. ഒരാളുടെ പേര് നിങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ നാക്കിൽ തുമ്പത്ത് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാൻ സാധിക്കാതെ വരുന്ന ആ അവസ്ഥയിൽ അയാളുടെ പേര് ഓർത്തെടുക്കാനായിട്ട് അയാളുടെ രൂപത്തെയും അയാളുടെ ബിഹേവിയറിനെയും മെമ്മറി ഇമാജിനേഷൻ ചെയ്യുന്നു. ഇവിടെ പ്രത്യക്ഷത്തിലുള്ള സാഹചര്യത്തെക്കാൾ കൂടുതൽ ഇമോഷൻസിനാണ് ബ്രെയിൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് അത് എങ്ങനെയാണ് നടന്നത് എന്ന് 2 വ്യത്യസ്തരായ ആളുകളോട് ഓർക്കാൻ പറയുക. 2 പേരും പറയുന്നത് ഒരേ സംഭവമാണെങ്കിൽ പോലും 2 കഥകളിലെയും ഇമോഷൻസ് 2 തരത്തിലായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന 10 സ്റ്റുപ്പിഡ് തിങ്സ് ആണ് നമ്മൾ ഇവിടെ വിശദമായിട്ട് കണ്ടത്. ആ 10 സ്റ്റുപ്പിഡ് തിങ്സ് ഏതാണെന്ന് പെട്ടെന്ന് നോക്കാം. ന്യൂട്രൽ തിങ്കിങ്, മെന്റൽ ഫാറ്റിക്, ദ കൺഫർമേഷൻ ബേസ്, ലിംബിക് ഇംപ്രിന്റിംഗ്, മോറൽ ലൈസൻസിംഗ്, നെഗേഷൻ ട്രാപ്പ്, നഡ്ജ് തിയറി, ട്രാപ്പ് ഓഫ് ദ സോഷ്യൽ പ്രൂഫ്, ഫാൾസ് ചോയ്സ് ഫ്രെയിമിംഗ്, മെമ്മറി മിസ്ഫയർ. ഈ 10 പോയിന്റുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ആളുകളെ എങ്ങനെ അട്രാക്ട് ചെയ്യാമെന്നുള്ള 10 വഴികൾ അറിയാനായിട്ട് ഈ വീഡിയോ കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.